കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഓട്ടുവിളക്കുകളും പൂജാപാത്രങ്ങളും കവർന്നു. ഇന്ന് പുലർച്ചെയാണ് ഈ മോഷണം നടന്നിട്ടുള്ളത്. പ്രധാന ശ്രീകോവിൽ തുറക്കാനും ശ്രമം നടന്നു. ഷാബാസ് അഹമ്മദി വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഷാബാസ്, അപ്പോൾ ഈ മോഷ്ടാക്കളെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ, വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ഷാബാസ്? ഷിയാസ്, ഇന്ന് രാവിലെ ക്ഷേത്രത്തിലേക്ക് എത്തിയ പൂജാരിയും മറ്റ് ജീവനക്കാരുമാണ് ആദ്യം മോഷണ വിവരം അറിയുന്നത്. കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന സാധനങ്ങൾ നഷ്ടമായിരിക്കുന്നത്. രാവിലെ എത്തിയ പൂജാരികളാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിന്റെ വാതിൽ തുറന്നു കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ 2 ലക്ഷം രൂപയോളം വിലമതിക്കുന്ന സാധനങ്ങൾ മോഷണം പോയതായി അറിയുന്നത്. ക്ഷേത്രത്തിലുണ്ടായിരുന്ന പൂജാപാത്രങ്ങളും ഓട്ടുവിളക്കുകളും അടക്കമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഉപദേവതാ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന തൂക്കുവിളക്കുകളും ഒപ്പം നിവേദ്യത്തിന് ഉപയോഗിക്കുന്ന ഓട്ടുരുളികൾ അടക്കം ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിൽ തുറക്കാനും ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. രാവിലെ തന്നെ കൊടുങ്ങല്ലൂർ പോലീസ് ക്ഷേത്രത്തിലെത്തിയ ഒരു പരിശോധന നടത്തിയിരുന്നു. നേരത്തെ കൊടുങ്ങല്ലൂരിൽ തന്നെ ഇത്തരത്തിലൊരു സ്കൂളിൽ മറ്റൊരു ഭാഗത്തൊരു മോഷണം നടന്നിരുന്നു. ആ സ്കൂളിലും സമാനമായ രീതിയിൽ പാചകപ്പുരയിലെ പാത്രങ്ങളായിരുന്നു മോഷണം പോയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അസം സ്വദേശിയായ ഒരാളെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. അയാളൊരു ആക്രി കച്ചവടം നടത്തുന്ന ആളായിരുന്നു. ആ മോഷണവുമായി ബന്ധമുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംഘമാണോ ഇത് നടത്തിയത് എന്നൊരു സംശയം പോലീസിനുണ്ട്. ആ തരത്തിലുള്ള ഒരു അന്വേഷണവും ഈ കൊടുങ്ങല്ലൂർ പോലീസ് നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെ പുലർച്ചെ 5 മണിയോടെയാണ് ഇത്തരത്തിൽ പൂജാരിയും മറ്റ് ജീവനക്കാരും ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. പുലർച്ചെ തന്നെയാണ് മോഷണം നടന്നത് എന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. എത്രയും വേഗം കണ്ടെത്തട്ടെ.